ഇന്നൊരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു പൊരിച്ച പത്തിരിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ആദ്യം നമുക്കൊരു ഫില്ലിംഗ് ആണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയതും അതുപോലെ തന്നെ 2 ടീസ്പൂൺ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണിലധികം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കന് ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കറിവേപ്പില അതുപോലെ തന്നെ മല്ലിയില പുതിന എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് 2-3 മിനിറ്റും കൂടെ ഒന്നങ്ങ് വറുത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പൊടി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പാക്കറ്റ് പൊടിയാണ് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ നല്ല തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. സാധാരണ നമ്മൾ പത്തിരിക്ക് എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് ആ ഒരു പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടെടുക്കാം. എന്നിട്ട് ഇതുപോലെ അങ്ങനെ നന്നായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം ഒന്ന് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് അങ്ങ് പരത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം നമുക്കൊരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒട്ടും തന്നെ എണ്ണ കുടിക്കൂല കേട്ടോ. ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇതുപോലെ കൈയിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഒന്ന് റൗണ്ടാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് നമ്മൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ ഉള്ളൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള പൊരിച്ച പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്